ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റാണ്. കാലിക്കറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ബാക്കിൽ വണ്ടികളൊക്കെ എടുക്കണ കണ്ടാൽ തന്നെ അറിയാൻ എവിടെയാണത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മോട്ടോർ വാഗണിലാണ്. ഇത് കണ്ടാൽ അറിയാം, റോൾസ് റോയ്സ്, ലംബോർഗിനി, പോർഷെ ആൻഡ് ഫെറാരി ആൻഡ് മെഴ്സിഡീസ് ആൻഡ് AMG. ഇത്രയും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം യൂസർ കാർ ഷോറൂം ആണെന്ന് അറിയാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു എക്സോട്ടിക് കാർ അല്ലെങ്കിൽ ഒരു സൂപ്പർ കാർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതാ വാഹനം എന്നുള്ളപ്പോൾ നേരെ വീട്ടിലേക്ക് കിടന്നിട്ട് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വന്നത് ലംബോർഗിനി ഉറാക്കാൻ LP6 ടൺ 4 വീൽ വാഹനമാണ് പരിചയപ്പെടുത്താൻ വന്നത്. ഈ LP6 ടൺ എന്ന് പറയുന്നത് ഈ 6 ടൺ ഹോഴ്സ് പവറാണ് വരുന്നത്. 610 ഹോഴ്സ് പവറാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു 4 എന്ന് പറയുന്നത് ഇതൊരു 4 വീൽ വാഹനമാണ്, അഥവാ ഒരു ഓൾ വീൽ വാഹനമാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോർമൽ നമ്മൾ കേരളത്തിൽ വന്ന് ചില വണ്ടികളൊക്കെ നമുക്ക് അധികം 2 വീൽ വാഹനമാണ് കാണാറ്, പക്ഷേ ഇതൊരു 4 വീൽ വാഹനം കൂടിയാണ് വന്നിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ ഇതൊരു യെല്ലോ ബ്ലാക്ക് കളർ തീമിലാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് റൂഫ് കംപ്ലീറ്റ് നമുക്കൊരു ബ്ലാക്ക് കാണാൻ പറ്റും. കൂടെ തന്നെ ബോഡി പോർഷൻസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു യെല്ലോ കളർ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അശ്വസിൽ നമ്മൾ എല്ലാ വണ്ടിക്കും തുടങ്ങുന്ന പോലെ തന്നെ ആദ്യം വൈപ്പേഴ്സ് നോക്കാം. വൈപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ടെക്കഡാണ് വരുന്നത്. ഡ്രൈവറെ കാഴ്ച ഒരിക്കലും മറക്കാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ബോണ്ടിലിട്ട് തൊടാനാണെങ്കിൽ, ടച്ച് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് വേണം ടച്ച് ചെയ്യാൻ. അത്രയും ഹൈറ്റ് കുറവാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1165 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത്. വളരെ ചുരുക്കം ഹൈറ്റ്, വളരെ കുറവാണ് ഹൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്രണ്ട് സ്റ്റൈൽ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിനി കൂപ്പറിൽ വരികയാണ് നമുക്ക് റൗണ്ട് എലമെൻറ്റ്സ് ആയിരുന്നു അധികം വന്നിരുന്നെങ്കിൽ, ലംബോർഗിനി ഉറാക്കാനിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളി എക്സഗൺ സ്റ്റൈലാണ് ഓരോ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഹെഡ്ലാമ്പ് മുതൽ ഇൻറ്റീരിയർ ബാക്ക് പോർഷൻസ്, പിന്നെ ഗ്രിൽസ്, കംപ്ലീറ്റ് അങ്ങനത്തെ ഓരോ പോർഷൻസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി എക്സഗൺ സ്റ്റൈലിലാണ് നമുക്ക് ഓരോ എലമെൻറ്റ്സും വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹെഡ്ലാമ്പ് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ ഹെഡ്ലാമ്പാണെന്ന് പറയാം. അപ്പോൾ അതായത് ഡുവൽ പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് ഒരു DRL സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. ആ ഒരു സെറ്റ് ചെയ്ത് പോർഷൻ തന്നെ കാണാൻ പറ്റും. എക്സഗൺ സ്റ്റൈലാണ് നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ഹെഡ്ലാമ്പ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു ഹെഡ്ലാമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാഷർ കാണാൻ പറ്റും, ഒരു വാഷർ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ലംബോർഗിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഈ ഒരു ലോഗോ ഞാൻ ആദ്യമായിട്ടാണ് തൊടേണ്ടത്. അപ്പോൾ ഇതൊരു വലിച്ച് നിൽക്കേണ്ട രീതിയിലാണ് ഈ ഒരു ബുള്ളിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ മനസ്സിലാവുന്നുണ്ട്. ലംബോർഗിനി എന്നുള്ളൊരു ബാഷിങ് കാണാൻ പറ്റും. സാധാരണ നമ്മൾ എല്ലാം വാങ്ങി റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ബോണറ്റ് ഓപ്പൺ ചെയ്യാമെന്നല്ല പറയാറ്. പക്ഷേ ഇതൊരു മിഡ് എഞ്ചിൻ കാർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് ട്രങ്ക് സ്പേസ് ആണ് വരുന്നത്. ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പിന്നെ ബോണറ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 കാർപ്ലൈനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനായിട്ട് സിമ്പിളായിട്ടുള്ള 2 കാർപ്ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എയറോ ഡൈനാമിക് ഡിസൈനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു എക്സഗൺ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഗ്രില്ല് കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രില്ല് കാണാൻ പറ്റും, ഒരു എക്സഗൺ സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ്ലി നമുക്കൊരു ബ്ലാക്ക് കളർ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പ്ലിറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത പോലെയാണ് ഈ ഒരു ഫ്രണ്ട് ബമ്പർ വന്നിട്ടുള്ളത്. അതൊക്കെ സ്റ്റോക്കായിട്ട് വന്നുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ഒരു 3 പീസായിട്ട് വന്ന പോലെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബമ്പർ വന്ന് നോക്കുകയാണെങ്കിൽ. ഇനി ഒരു സൈഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫെൻഡറിലായിട്ട് റിഫ്ലക്ടർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വാർണിംഗ് ലൈറ്റും പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫെൻഡർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടോ, എൻ്റെ കറക്റ്റ് ഈ ഒരു ഇതിന് ഹൈറ്റേ വരുന്നുള്ളൂ, ഒരു പോക്കറ്റിന് കറക്റ്റ് ഹൈറ്റേ വരുന്നുള്ളൂ. ടയർ പോർഷൻസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ലംബോർഗിനിയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും, പുരാതന അലോയ് കാണാൻ പറ്റും. ഇതൊരു 20 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 245 30 ZR 20 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിലെ ടയേഴ്സ് വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ല വിടുത്ത് വരേണ്ട ഒരു സ്പോർട്സ് ടയേഴ്സാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാലിബേഴ്സ് കാണാൻ പറ്റും, അലോയ് കാണാൻ പറ്റും. ഫ്രണ്ടിലെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ അലൂമിനിയം ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി ഒരു സ്റ്റോക്ക് വണ്ടിയല്ല, അത്യാവശ്യം വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് സ്കേർട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഓരോ എലമെൻറ്റ്സ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് വരാണ് ആ ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബർ എലമെൻറ്റ്സ് കാണാൻ പറ്റും. കൂടെ തന്നെ സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ ഫോൾഡായി നിൽക്കുന്ന രീതിയിലുള്ള മിറേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് കാണാൻ പറ്റും. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഗ്ലാസ് ഏരിയ നോക്കണമെങ്കിൽ ചെറിയ ഗ്ലാസ് ഏരിയ വന്നിട്ടുള്ളത്. പിന്നെ അതിനുള്ള ഹൈറ്റല്ലേ വരുന്നുള്ളൂ, അപ്പോൾ അതിനുള്ള പോർഷൻസേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു ക്വാർട്ടർ ഗ്ലാസും കൂടി ബാക്കിലും കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു എക്സഗൺ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഡിസൈനിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോർ അൺലോക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരേണ്ട രീതിയിലാണ് ഡോർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്താൽ ഈ ഒരു ഹാൻഡിൽ പുറത്തേക്ക് പോപ്പപ്പ് ആയി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വലിച്ചിട്ട് വേണം നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഓപ്പൺ ആയി വരേണ്ട രീതിയിലാണ് ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഈ ഫ്രെയിംലെസ് ഡോർസ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന ഡോർസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉറാക്കാൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ആ ഒരു ഉറാക്കാൻ്റെ ബാഡ്ജിങ് സെറ്റ് ചെയ്ത് പോലും ആ ഒരു ഫോണ്ടിൽ തന്നെ പല ഡിസൈൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. ഈ ഷെയ്ഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വ്യത്യസ്തത ഉണ്ട് ഓരോ ഫോണ്ടിലും വരെ.
ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു എക്സകം സ്റ്റൈൽ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിർത്തിയ ഇന്നലെ പറച്ചിൽ നമ്മൾ എത്ര വട്ടം എല്ലാ എലമെൻറ്റ്സും പറഞ്ഞു അങ്ങനെ ബോറടിക്കുന്നില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു അൽക്കന്താര മെറ്റീരിയലാണ് ഈ ഒരു സെൻറ്റർ പോർഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ലെതർ റാപ്പിഡാണ് ഈ ഒരു ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ. അതിലായിട്ട് നമുക്ക് റെഡ് സ്റ്റിച്ചിങ് അല്ല വന്നിട്ടുള്ളത്, ഇതിൽ യെല്ലോ സ്റ്റിച്ചിങ് ആണ്. നമ്മൾ ബോഡി കളറായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മ്യൂസിക് സിസ്റ്റം കാണാൻ പറ്റും. കൂടാതെ തന്നെ ഈ ഒരു ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മിററിൻ്റെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള ഹീറ്റിംഗ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള മിറേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾ കാണാൻ പറ്റും. പിന്നെ ഒരു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോർ അൺലോക്ക്, ലോക്ക്, പിന്നെ ഡോർ ഹാൻഡിൽ കാണാൻ പറ്റും. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സീറ്റ് ഈ ഹുഡിൽ തട്ടിക്കാണാൻ നിൽക്കുന്നു കേട്ടോ. അത്ര സ്പേസ് അത്രയും വലുപ്പം വരുന്നുണ്ട് സീറ്റ് തന്നെ, അത്രേ വരുന്നുള്ളൂ. സീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിരിക്കുന്ന സീറ്റാണ് കേട്ടോ. നല്ല താഴ്ച വരുന്ന സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലെതർ സീറ്റ്സ് ആണ്. ഇതിൽ തന്നെ നമുക്ക് യെല്ലോ സ്റ്റിച്ചിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ സീറ്റ്സ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഇതിൽ എങ്ങനെ കയറി വയ്ക്കും, എങ്ങനെ ഇറങ്ങുന്നതായിരിക്കും കൺഫ്യൂഷൻ വരിക. ഗൈസ്, ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാരക ഇൻറ്റീരിയറിനെ പറഞ്ഞ കേട്ടോ. തീരെ ഹൈറ്റ് വരുന്നില്ല, തല ഹൈറ്റുള്ളവർക്ക് തല തട്ടിക്കാണ്ട് നിൽക്കും. പക്ഷെ ഇതിന് ഇൻറ്റീരിയർ തീരെ ഇതില്ല കേട്ടോ, തീരെ സ്പേസ് വരുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു കൺട്രോൾസ് കംപ്ലീറ്റ് നമുക്ക് ഒറ്റ കയ്യിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അത് അത്ര ചെറുതാണ് ഇതിൻ്റെ ക്യാബിൻ വുഡ് വരുന്നത്. ഈ ക്യാബിൻ പോർഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെറുതാണ്, നമുക്ക് ഒറ്റ കയ്യിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ പോലും നമുക്ക് ചെറുതാണ് വന്നിട്ടുള്ളത്. അവർ ഈ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലായിട്ട് ലംബോർഗിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ആ എക്സ്ട്രാ സ്റ്റൈൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ലെതർ റാപ്പിഡാണ്, സ്റ്റിച്ചിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലാമ്പിൻ്റെ ഒരു കൺട്രോൾ, ഹെഡ്ലാമ്പ് ബ്രൈറ്റിൻ്റെ ഒരു കൺട്രോളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോളും രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഹാൻഡിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കൺട്രോൾസിനാളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഞാൻ മറ്റു വാഹനത്തിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു എലമെൻറ്റ്സ് ഒന്നും. ഇതൊക്കെ ഈ ഒരു ലംബോർഗിനിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഈ ഒരു ക്ലസ്റ്ററിൻ്റെ കൺട്രോളാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡ് 3 മോഡ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു വാഹനത്തിൻ്റെ മോഡാണ്. സ്ട്രാഡ, സ്പോർട്ട്, കോർസാർ കണ്ടുള്ള മോഡാണ് വന്നിട്ടുള്ളത്. ഈ കോർസാറിൻ്റെ മോഡലാണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റിയ ഒരു മോഡ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മോഡാണ് ഈ ഒരു കോർസ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഈ മോഡ് സെലക്ടിങ് വരെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ വൈപ്പറിൻ്റെ കൺട്രോളാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിലായിട്ട് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാൻഡിൽ പോലും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് പാഡിൽ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. ഈ പാഡിൽ ഷിഫ്റ്റിന് വലുപ്പങ്ങൾ നോക്കും കേട്ടോ, എത്ര വലുപ്പം വന്നിട്ടുണ്ട് ഈ പാഡിൽ ഷിഫ്റ്റ്. ഇത്രയും വലുപ്പം പാഡിൽ ഷിഫ്റ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആ ഹാൻഡിലും കാണുമെന്ന് വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ക്രൂസിങ് ആ ഒരു രീതിയിൽ നമുക്ക് ഒരു വണ്ടി അത്രയും പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ അലങ്കാരമായി കൊടുക്കാതെ ഈ ഒരു കംപ്ലീറ്റ് പാഡിൽ ഷിഫ്റ്റ് അപ്പോൾ ഈ വണ്ടി ക്രൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ നോക്കുകയാണെങ്കിൽ AC കാണാൻ പറ്റും. AC ഒക്കെ ആ ഒരു വണ്ടിയുടെ തീമിനോട് മാച്ച് ചെയ്യേണ്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ലെതർ പോലത്തെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് യെല്ലോ സ്റ്റിച്ചിങ് കാണാൻ പറ്റും. പിന്നെ ആ ഒരു പോർഷനിൽ നമുക്ക് അൽക്കന്താര മെറ്റീരിയലാണ് ആ ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തുന്നില്ല, ഇതാ ആ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. എന്താ ഡാഷ്ബോർഡ് അത്യാവശ്യം നല്ല വലുപ്പം വരുന്നത്, അതുകൊണ്ടാണ് കാണുന്നില്ല. പിന്നെ 2 AC കാണാൻ പറ്റും ഈ സെൻറ്റർ പോർഷനിലായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ കൺട്രോൾസും അതിൻ്റെ ഓട്ടോ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ കൺട്രോൾസാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ കൺസോളിലായിട്ട് വരികയാണെങ്കിൽ കുറേ കൺട്രോൾസ് വരുന്നുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാൻ പറ്റും. ഈ ഒരു പവർ വിൻഡോയുടെ ഈ ഒരു സൈഡിലേക്ക് പവർ വിൻഡോ, ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന പവർ വിൻഡോയുടെ കൺട്രോളാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതേ ഓപ്പോസിറ്റാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. കൂടാതെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇലക്ട്രിക് സ്റ്റെബിലൈസ് കൺട്രോളിൻ്റെ ഒരു ഓണും ഓഫും കാണാൻ പറ്റും. കൂടാതെ തന്നെ വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള AC വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് കാണാൻ പറ്റും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്, റേഡിയോ മീഡിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ കൂടാതെ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എക്സകൻ സ്റ്റൈലിലുള്ള ഈ ഒരു എലമെൻറ്റ് പൊക്കിയിട്ട് ഇത് പ്രസ് ചെയ്യലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ കാണാൻ പറ്റും നമുക്ക് ഇത് ഗിയർ സിസ്റ്റം വന്നിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ ഹാൻഡ് ബ്രേക്കാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസാണ് വന്നിട്ടുള്ളത്. ചെറുത് പറഞ്ഞാൽ പക്ക ചെറുത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് ഒരു 12 വാട്ട് സോക്കറ്റ് കാണാൻ പറ്റും. ക്ലോസ്
ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് വന്നിട്ടുള്ളത്. പിന്നെ അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ അത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലെതർ റാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യെല്ലോ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഒരു ഡെഡ് പെഡൽ കാണാൻ പറ്റും, പിന്നെ ഒരു ബ്രേക്ക്, പിന്നെ ഒരു ആക്സിലേറ്റർ. എന്ത് വലുപ്പമുണ്ട് ആക്സിലേറ്റർ പെഡലൊക്കെ നോക്കുകയാണെങ്കിൽ. ഇനി ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും പിന്നെ ഒരു ആസിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം കംപ്ലീറ്റ്ലി ഒരു എക്സ്കം സ്റ്റൈലാണ് ഈ ഒരു സെൻറ്റർ കൺസോൾ ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൽ സ്റ്റോറേജ് വരുന്നില്ല, ചെറിയൊരു സ്പേസേ വരുന്നുള്ളൂ. പിന്നെ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സൺവൈസർ വരുന്നുണ്ട്. സൺവൈസർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ വാനിറ്റി മിറർ കാണാൻ പറ്റും, പക്ഷേ ലൈറ്റ് കയറൊന്നും വരുന്നില്ല, മിറേഴ്സ് മാത്രമേ ഉള്ളൂ. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് കാണാൻ പറ്റും, ഇവിടെയും ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ചെറിയൊരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറർ നോക്കുകയാണെങ്കിൽ ഇത് മിനി കൂപ്പറിൽ കണ്ട സെയിം മിറർ കേട്ടോ, ഒരു വ്യത്യാസമില്ല, സെയിം മിറേഴ്സ് തന്നെ വന്നിട്ടുള്ളത് ഇതിൽ. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ റൂഫ് വന്നിട്ടുള്ളത്. ഈ ഒരു ബാക്ക് പോർഷനിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു DVD പ്ലെയർ കാണാൻ പറ്റും, ഒരു CD പ്ലെയർ വന്നിട്ടുണ്ട്. അതായിട്ട് നമുക്ക് 2 SD കാർഡ് ഇടാനുള്ള ഒരു പോർഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിലാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നല്ല സൗണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പൊസിഷൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺ ടു എർത്തായിട്ട് ഇരിക്കേണ്ട ഫീലാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ നിലത്തിരുന്ന് പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മാറ്റിയിരിക്കുമ്പോൾ എന്തൊക്കെ ഒരു പേടി ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇത് അത്രയും അഗ്രസീവ് ഒരു വാഹനമാണല്ലോ. അപ്പോൾ ആ ഒരു ഫീലാണ് ഇത് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത്. അതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പല മിസ്റ്റേക്കുകളും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയണില്ല. അത് ആകെ 4 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ ക്യാബിനല്ലേ, അപ്പോൾ 4 എയർ ബാഗിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. 4 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു കംപ്ലീറ്റ്ലി ഒരു യെല്ലോ ബ്ലാക്ക് കളർ തീമിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് തീമാണ് കംപ്ലീറ്റ്ലി ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇത് അഗ്രസീവ് ലുക്ക് പറഞ്ഞാൽ മാരക ലുക്കാണ്. എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൽ ഫ്രണ്ട് പോർഷനേക്കാളും ലുക്ക് വരുന്നത് ബാക്ക് പോർഷനായിരിക്കും. ഡെഫിനറ്റ്ലി ലുക്ക് വരുന്നത് ബാക്ക് പോർഷൻ തന്നെയാണ്. ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ്സ് കാണാൻ പറ്റും. കൂടാതെ തന്നെ ആ ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബറിൻ്റെ ഡിസൈന് ഭയങ്കര അട്രാക്റ്റീവ് വരുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡിൽ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, പിന്നെ ഈ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിഡ് എഞ്ചിൻ വാഹനം അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടല്ലോ എഞ്ചിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കവറിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. പുള്ളി ഒരു മെറ്റൽ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് മെറ്റലാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം ഇത് ഫൈബറായി കാരണം പക്ഷേ കംപ്ലീറ്റ് മെറ്റലാണ് വന്നിട്ടുള്ളത്. പിന്നെ ലംബോഗിനി അല്ലേ അതിന് എന്ത്. അപ്പോൾ എഞ്ചിൻ കംപ്ലീറ്റ്ലി ഇതിനുള്ളിലാണ് വന്നിട്ടുള്ളത്. ഫുഡ് നമുക്ക് ഇതിൻ്റെ ഫുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ റിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ സ്പോയിലർ നോക്കുകയാണെങ്കിൽ ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബർ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഇതൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. റിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ നോർമൽ കാർബൺ ഫൈബർ അല്ല വന്നിട്ടുള്ളത്, ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്പോയിലർ കാണാൻ പറ്റും. സ്പോയിലർ കണ്ടില്ല. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഓരോ പീസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോർജ്ഡ് കാർബൺ ഫൈബറിൻ്റെ ഒരു സ്പോയിലറാണ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ബാക്ക് പോർഷനിലോട്ട് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. സ്റ്റോപ്പ് ലാമ്പിന് താഴെയായിട്ട് നമുക്ക് ലംബോഗിനി എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ടൈൽ ലാമ്പ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ബാക്ക് ബമ്പർ പോർഷൻസ് ആണെന്ന് വിചാരിക്കും, പക്ഷേ ഇതാണ് ടൈൽ ലാമ്പ് വന്നിട്ടുള്ളത്. ഒരു ടിൻറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ അതിൽ റിവേഴ്സ് ലാമ്പ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, വീഡിയോയിൽ ഇന്നെ മാത്രമേ കാണുള്ളൂ. അതിന് ഇതിന് ഉള്ളിലായിട്ട് ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ നമുക്ക് റിഫ്ലക്ടർ കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഇൻഡിക്കേറ്റർ ആൻഡ് റിവേഴ്സ് ലാമ്പ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഫുള്ളി ഒരു ബ്ലാക്ക് ഔട്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ ഒരു എക്സകൻ സ്റ്റൈലിലുള്ള ഒരു ബാക്ക് പോർഷൻ ബാക്ക് ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അതൊരു എക്സകൻ സ്റ്റൈലാണ് ബാക്ക് ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഡിഫ്യൂസർ അടക്കം നമുക്ക് ആ ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബർ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നമുക്ക് ട്വിൻ എക്സോസ്റ്റ് കാണാൻ പറ്റും. രണ്ട് എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും. പിന്നെ അതിലായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും കാണാൻ പറ്റും. അതിൻ്റെ താഴത്തൊക്കെ നോക്കുകയാണ് ആ ഒരു ഡിഫ്യൂസറിൻ്റെ ഒരു ഭംഗി, ഒരു അഗ്രസീവ് ലുക്കാണ് ആ ഒരു ബാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. കംപ്ലീറ്റ് ആ ഒരു അഗ്രസീവ് ലുക്കാണ് ബാക്ക് പോർഷനിൽ വന്നാൽ. ഇത് ഞാൻ പറഞ്ഞു ഒരു LP6 ടൺ വണ്ടിയാണ്. അപ്പോൾ LP6 ടൺ എന്ന് പറഞ്ഞത് 610 ഹോഴ്സ് പവറാണ് ഈ വാഹനം പറഞ്ഞത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5204 cc V10 പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ വാഹനത്തിലെ മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ 602 bhp പവർ ആൻഡ് 560 Nm ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്ന പവർ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ വാഹനം എടുക്കാൻ പറ്റും മാക്സിമം സ്പീഡ് നോക്കുകയാണെങ്കിൽ 325 km/h ഈ ഒരു വാഹനത്തിന് മാക്സിമം സ്പീഡ് കാണിക്കേണ്ടത്. ഏകദേശം മൈലേജൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്ററൊക്കെയാണ് ഇവർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും കിട്ടില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. 10 കിലോമീറ്റർ മൈലേജ് ഒന്നും ഈ ഒരു വാഹനത്തിൽ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ആരും മൈലേജ് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഈ ഒരു വാഹനം എടുക്കുന്നതും നിങ്ങൾക്കറിയാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റു ചില കിടലും വേണ്ടിയിട്ട് വരാം, കിടലും വേണ്ടിയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.